നമസ്സർവേഭ്യഃ. ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രശസ്തമായ ചിന്തകളിലേക്കാണ് നമ്മൾ ഇന്ന് കടക്കുന്നത്. ആത്മാവ് ജനിക്കുന്നില്ല, മരിക്കുന്നില്ല എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു സംശയം വരാം. എങ്കിൽ പിന്നെ ഈ കാണുന്ന മരണം എന്താണ്? ഈ സംശയത്തിനുള്ള കൃത്യമായ മറുപടിയാണ് 21-22 ശ്ലോകങ്ങളിലൂടെ ഭഗവാൻ കൃഷ്ണൻ നൽകുന്നത്. ആത്മജ്ഞാനമുള്ള ഒരാൾ എങ്ങനെയാണ് ലോകത്തെ കാണുന്നതെന്നും മരണം എന്നത് കേവലം ഒരു വസ്ത്രം മാറുന്നത് പോലെ ലളിതമായ ഒന്നാണെന്നും ഇവിടെ വിശദീകരിക്കുന്നു. ജീവിതത്തിലെ മാറ്റങ്ങളെ ഭയമില്ലാതെ നേരിടാൻ നമ്മെ സഹായിക്കുന്ന ആ വലിയ സത്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ശ്ലോകം കേൾക്കാം. വേദാവിനാശിനം നിത്യം യ ഏനമജമവ്യയം കഥം സ പുരുഷഃ പാർത്ഥ കം ഘാതയതി ഹന്തികം. വേദാവിനാശിനം നിത്യം യ ഏനമജമവ്യയം കഥം സ പുരുഷഃ പാർത്ഥ കം ഘാതയതി ഹന്തികം. അർത്ഥം നോക്കാം. വേദാവിനാശിനം നിത്യം യ ഏനമജമവ്യയം. വേദ അറിയുന്നു, അവിനാശിനം നാശമില്ലാത്തവനായി, നിത്യം എന്നും ഉള്ളവനായി, യഹ ആര്, ഏനം ഇതിനെ അതായത് ഈ ആത്മാവിനെ, അജം ജനനമില്ലാത്തവനായി, അവ്യയം മാറ്റമില്ലാത്തവനായി, കഥം സ പുരുഷഃ പാർത്ഥ കം ഘാതയതി ഹന്തികം. കഥം എങ്ങനെ, സഹ അവൻ, പുരുഷഃ മനുഷ്യൻ, പാർത്ഥ അർജുന, കം ആരെ, ഘാതയതി കൊല്ലിക്കുന്നു, ഹന്തി കൊല്ലുന്നു, കം ആരെ. അർജുന, ഈ ആത്മാവ് നാശമില്ലാത്തവനും നിത്യനും ജനനമില്ലാത്തവനും മാറ്റമില്ലാത്തവനുമാണെന്ന് അറിയുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് ആരെയെങ്കിലും കൊല്ലുന്നത്? അല്ലെങ്കിൽ അയാൾ എങ്ങനെയാണ് മറ്റൊരാളെ കൊല്ലാൻ കാരണമാകുന്നത്? അടുത്ത ശ്ലോകം കേൾക്കാം. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാന്യന്യാനി സയ്യാതി നവാനി ദേഹി. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാന്യന്യാനി സയ്യാതി നവാനി ദേഹി. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി. വാസാംസി വസ്ത്രങ്ങൾ, ജീർണാനി പഴകിയ കീറിപ്പറഞ്ഞ, യഥ എപ്രകാരം, വിഹായ ഉപേക്ഷിച്ചിട്ട്, നവാനി പുതിയവ, ഗൃഹ്ണാതി സ്വീകരിക്കുന്നു, നരഹ മനുഷ്യൻ, അപരാണി മറ്റുള്ളവ. തഥാ ശരീരാണി വിഹായ ജീർണാന്യന്യാനി സയ്യാതി നവാനി ദേഹി. തഥ അപ്രകാരം, ശരീരാണി ശരീരങ്ങളെ, വിഹായ ഉപേക്ഷിച്ചിട്ട്, ജീർണാനി പഴകിയവയെ, അന്യാനി മറ്റുള്ളവയെ, സയ്യാതി പ്രവേശിക്കുന്നു, നവാനി പുതിയവയിലേക്ക്, ദേഹി ആത്മാവ്. മനുഷ്യൻ എങ്ങനെയാണോ പഴകിയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയ വസ്ത്രങ്ങൾ ധരിക്കുന്നത്, അതുപോലെ ആത്മാവ് പഴകിയതും ജീർണിച്ചതുമായ ശരീരങ്ങളെ ഉപേക്ഷിച്ച് പുതിയ ശരീരങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. ജീവിത പാഠം നോക്കാം. ജീവിതത്തിലെ നഷ്ടങ്ങളിലും മാറ്റങ്ങളിലും തളരാതെ, അഹങ്കാരമില്ലാതെ സ്വന്തം കടമകൾ ചെയ്യുക. കാരണം മാറ്റം സംഭവിക്കുന്നത് പുറമേയുള്ള വസ്ത്രങ്ങൾക്കോ ശരീരത്തിനോ മാത്രമാണ്, ഉള്ളിലെ ചൈതന്യത്തിനല്ല. ശ്ലോകം കേൾക്കാം. വേദാവിനാശിനം നിത്യം യ ഏനമജമവ്യയം കഥം സ പുരുഷഃ പാർത്ഥ കം ഘാതയതി ഹന്തികം. വാസാംസി ജീർണാനി യഥാ വിഹായ നവാനി ഗൃഹ്ണാതി നരോപരാണി തഥാ ശരീരാണി വിഹായ ജീർണാന്യന്യാനി സയ്യാതി നവാനി ദേഹി.
ഈ 2 ശ്ലോകങ്ങളിലൂടെ വളരെ ലളിതമായ ഒരു സത്യമാണ് കൃഷ്ണൻ നമുക്ക് പറഞ്ഞു തരുന്നത്. മരണം എന്നത് ഒരു അവസാനമല്ല, മറിച്ച് പഴയ വസ്ത്രം മാറി പുതിയത് ധരിക്കുന്നത് പോലെ ഒരു പുതിയ തുടക്കം മാത്രമാണ്. ഈ തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിലെ നഷ്ടങ്ങളെയും മാറ്റങ്ങളെയും കൂടുതൽ പക്വതയോടെ നേരിടാൻ നമ്മെ സഹായിക്കുന്നു. നമ്മുടെ ഉള്ളിലെ ചൈതന്യം അനശ്വരമാണെന്ന ബോധം അനാവശ്യമായ ഭയങ്ങളിൽ നിന്ന് നമ്മെ മോചിപ്പിക്കട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. വസ്ത്രം മാറുന്നത് പോലെ ശരീരം മാറുന്ന ഈ തത്വം നിങ്ങളുടെ ചിന്താഗതിയിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കിയത്? താഴെ കമന്റ് ചെയ്യുമല്ലോ. അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിന് താഴെയായിട്ട് ക്വിസസ് എന്ന പോർഷനിൽ 2-3 ക്വിസസ് ഈ 2 ശ്ലോകങ്ങളെ ബേസ് ചെയ്ത് ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ധന്യവാദാഹ. ഹരേ കൃഷ്ണ.